മറ്റത്തൂരിൽ മുഖം രക്ഷിക്കുവാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം പൊളിഞ്ഞു. ബിജെപി കോൺഗ്രസ് പിന്തുണയിൽ അധികാരത്തിലെത്തിയ പ്രസിഡന്റ് രാജിവെക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതാവ് ടി.എം. ചന്ദ്രൻ. രാജിവെക്കാൻ പരിമിതികളുണ്ടെന്നും ടി.എം. ചന്ദ്രന്റെ ന്യായീകരണം. വൈസ് പ്രസിഡന്റ് സ്ഥാനം നൂർജഹാൻ രാജിവെച്ചു. കഴിഞ്ഞ 27-ാം തീയതി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് KPCC നേരിട്ടിടപെട്ട് ഒരു പരിസമാപ്തിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണമെന്നാണ് KPCC ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രസിഡന്റിനെ സംബന്ധിച്ച് അവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ വൈസ് പ്രസിഡന്റ് രാജി സന്നദ്ധത അറിയിക്കുകയും അവരുടെ രാജിക്കത്ത് ഇന്ന് തന്നെ KPCC നേതൃത്വത്തിന് കൈമാറുകയും ചെയ്യും. സാരംഗ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സാരംഗ്, മറ്റത്തൂരിൽ ഈ ഒരു കോൺഗ്രസ് നേതൃത്വത്തിന്റെ പൂർണ്ണമായ എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിവരമാണ് ഇന്നിപ്പോൾ ഈ ഒരു കോൺഗ്രസ് നേതാവ് ടി.എം. ചന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. വിമതയായതുകൊണ്ട് തന്നെ പ്രസിഡന്റിനോട് രാജിവെക്കാൻ പറയില്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം ഈ ടി.എം. ചന്ദ്രൻ പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്തായാലും ഇപ്പോൾ നിലവിൽ വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് അവിടെ കോൺഗ്രസ് നേതൃത്വം, അല്ലേ? സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് മറ്റത്തൂരിൽ കോൺഗ്രസിന്റെ BJP സഖ്യം ചെറുതൊന്നുമല്ലാത്ത രീതിയിലാണ് കോൺഗ്രസിന്റെ പ്രതിസന്ധിയിലാക്കിയത്. BJPയുമായുള്ള സഖ്യത്തിനെതിരെ കടുത്ത രീതിയിൽ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും മുഖം രക്ഷിക്കുന്ന കോൺഗ്രസിന്റെ നടപടി രീതിയിലായിരുന്നു DCC ഈ കാര്യമെല്ലാം നീക്കി എന്നതിന് തിരിച്ചടി ഉണ്ടാകുന്ന യുവ സ്ഥാനാർത്ഥികൾ പ്രധാനമായും ഇന്ന് പറഞ്ഞിട്ടുള്ളത്, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, അതായത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്, അല്പം സമയത്തിനകം തന്നെ ഈ രാജിക്കത്ത് കൈമാറും. എന്നാൽ വിമത സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന് BJP പിന്തുണയോടെ പ്രസിഡന്റായ ടെസി ജോസ് രാജിവെക്കില്ല, അല്ലെങ്കിൽ അതിന് വലിയ പ്രതിസന്ധികളുണ്ട്, പരിമിതികളുണ്ട് എന്നാണ് ഈ നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടി.എം. ചന്ദ്രൻ വ്യക്തമാക്കിയത്. അത് വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. കാരണം കോൺഗ്രസിന്റെ പദ്ധതി രണ്ടുപേരെയും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജിവെപ്പിച്ച് മുഖം രക്ഷിക്കാം എന്നുള്ളൊരു നടപടിയായിരുന്നു. എന്നാൽ അതിന് ഈ വിമതർ, ടി.എം. ചന്ദ്രൻ ഉൾപ്പെടെയുള്ള വിമതർ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം മറ്റൊരു തീരുമാനം KPCC അടക്കം മറ്റൊരു തീരുമാനം എടുത്തിട്ടുള്ളത് പ്രധാനമായും ഈ പ്രസിഡന്റിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ രാജിവെപ്പിക്കാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. DCC അടക്കം അത്തരത്തിലൊരു കാര്യം കൂടി തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ അതിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഈ വിമതർ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല. അതായത് BJPയുടെ പിന്തുണയോടെ അധികാരത്തിലേറിയ 8 അംഗങ്ങളും ഇത്തരത്തിൽ ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രസിഡന്റിനെ പുറത്താക്കാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിന്റെ കൂടെ നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് അത് അവർ കൃത്യമായ മറുപടി നൽകുന്നില്ല. അതും ഒരു തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. പ്രധാനമായും ഈ നേതാക്കൾ ആരോപിക്കുന്നത് ഈ മറ്റത്തൂരിൽ ഒരു ഗുണ്ടാ നേതാവിന്റെ നിർദ്ദേശപ്രകാരം 3 അംഗങ്ങളെ അല്ലെങ്കിൽ 3 സ്ഥാനാർത്ഥികളെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു എന്നുള്ളതാണ്. അതിലടക്കം വലിയ അമർഷം ഉണ്ടായതിലും പ്രതിഷേധം ഉണ്ടായതിലും കാരണമാണ് ഈ വിമതർ 8 പേർ ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയുടെ പിന്തുണ തേടിയതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും പ്രശ്നം, അതായത് ദേശീയ തലത്തിലടക്കം ചർച്ചയായി കോൺഗ്രസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഏതുവിധേനയും 2 അംഗങ്ങളെയും രാജിവെപ്പിച്ച് ഒരു മറികടക്കാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ അതിന് വീണ്ടും ഇപ്പോൾ ഒരു പ്രതിസന്ധി നിൽക്കുകയാണ്. ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ടെസി തയ്യാറല്ല എന്നും അവർ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ഇനി DCCയുടെ അടുത്ത നടപടി എന്താകുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഈ രണ്ടുപേരിൽ ഒരാളെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രസിഡന്റിനെ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാമെന്നാണ് കരുതിയത്. എന്നാൽ പോലും അതും ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്.